യെസ്, നമ്മൾ എം ബി രാജേഷിന്റെ വാക്കുകളാണ് കേട്ടത്. ഇപ്പോൾ വീണ്ടും പ്രശാന്ത് മാധ്യമങ്ങളെക്കാണ്, അദ്ദേഹം ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വി കെ പ്രശാന്ത് മാധ്യമങ്ങളെ കാണും വീണ്ടും. ഇല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങൾ MLA ഓഫീസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൌൺസിലർമാരുടെ ഓഫീസുള്ളത്. ഈ കൌൺസിലറുടെ ഓഫീസ് നേരത്തെ LDFന്റെ കൌൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് BJPയുടെ തന്നെ കൌൺസിലർ ശ്രീ മധുസൂദനൻ നായർ, അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പൊ ഇപ്പൊ മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം? അപ്പൊ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കൌൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ഒരു കൌൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ഞാൻ ചോദിക്കട്ടെ, MLAയെക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൌൺസിലർ? ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരു നിയോജക മണ്ഡലം, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന് അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? അതുപോലെ അവർ പറയുന്നത് അവരുടെ അലമാരി എല്ലാം വെച്ചിരിക്കുന്നത് ടോയ്ലറ്റിന്റെ അകത്താണ്. ഇപ്പൊ ഞങ്ങളും പോയി കണ്ടു, ടോയ്ലറ്റിന്റെ അകത്ത്. അപ്പൊ അത്രയും പോലും സ്ഥലപരിധി ഇല്ലെന്നാണ് മുൻ കൌൺസിലർ ഉൾപ്പെടെ പറയുന്നത്. അല്ല, അവര് അലമാര കൊണ്ട് ഒന്ന് ടോയ്ലറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിലെന്തെങ്കിലും പരിഹാരം, അലമാര വേണമെങ്കിൽ എന്റെ ആളിനെ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു കൊടുക്കാം. ഇല്ല, സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. അല്ല, എനിക്ക് തന്നെ മറുപടിയില്ല. കാരണം അത് അവരുടെ ഓഫീസ് നേരത്തെ ഉപയോഗിച്ചിരുന്നവര് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വെച്ചതായിരിക്കാം. അല്ലാതെ എന്തായാലും മറുപടി പറയാൻ വേണ്ടി കഴിയും. ഇപ്പൊ നേരത്തെ ഇരുന്ന കൌൺസിലർ 1-2 മണിക്കൂറായിരിക്കും അദ്ദേഹം അവിടെ ഉപയോഗിക്കുക. പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൌൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? BJP അറിഞ്ഞിട്ടില്ല എന്നാണ്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതിന്റെ കോൾ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ടല്ലോ. അതിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ആവശ്യപ്പെട്ടത് അവർക്ക് ഈ പറഞ്ഞത് തന്നെയാണ്. അസൗകര്യമുണ്ട്, അവർക്ക് ഓഫീസ് ചെറുതാണ്, അത് പോരാ, കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറണം. അതുകൊണ്ട് MLA അവിടെ നിന്ന് മാറണം. മേയർ ആയിരുന്നെങ്കിൽ എനിക്ക് കോർപ്പറേഷൻ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു. ഞാൻ നേരത്തെ ഇത് പറഞ്ഞില്ല. മേയർ ആയിരുന്നെങ്കിൽ നേരത്തെ കോർപ്പറേഷൻ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ സ്ഥിതി എന്ന് പറയുന്നൊരു സ്ഥിതി വന്നു. അപ്പോ ഇത് ശരിയല്ല. നമ്മളിപ്പോ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ MLAയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കൌൺസിലർമാരും ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധികളല്ലേ നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ BJPയുടെ കൌൺസിലർമാർക്ക് മാത്രമാണോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുക? അവിടെ മറുഭാഗത്ത് 50 കൌൺസിലർമാരിരിക്കുകയല്ലേ, അവരുടെ കാര്യങ്ങൾ നിർവഹിക്കട്ടെ. ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ വാർഡ് കമ്മിറ്റി ഓഫീസ് സംവിധാനം ഉണ്ടാക്കുന്നത് തന്നെ അപ്പോഴാണ്. ഓഫീസ് അനുവദിക്കുന്നത്, വാടക അനുവദിക്കുന്നത്, ഫർണിച്ചർ അനുവദിക്കുന്നത്, കമ്പ്യൂട്ടർ അനുവദിക്കുന്നത്, ഇതെല്ലാം 2015-19 കാലത്തെ മേയർ എന്ന നിലയിൽ അന്ന് നടത്തിയിട്ടുള്ള ഇടപെടലാണ്. അപ്പൊ അതിനെ തുടർന്നാണ് ഓഫീസ് വരുന്നത്. അതിനുമുമ്പ് ഓഫീസ് തന്നെ ഇല്ല. ഏതെങ്കിലും സ്ഥലത്ത് കൌൺസിലർമാര് ഓഫീസ് ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കിയിരിക്കും. ഇപ്പൊ അതല്ല സ്ഥിതി. കോർപ്പറേഷൻ വാടക കൊടുത്തിരിക്കുകയാണ്. ഞാനും ഇവിടെ വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ആ വാടക കൃത്യമായിട്ട് അടച്ചിട്ടുമുണ്ട്. യാതൊരുവിധ നിയമലംഘനവും നടത്തിയിട്ടുമില്ല. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമില്ല. നന്നായി പ്രവർത്തിക്കുകയാണ്. അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 31 വരെ കാലാവധിയുണ്ട്. അതിനു മുമ്പ് ഒഴിപ്പിക്കാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നതെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും അതിനെ നേരിടും. ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾ സന്നദ്ധവുമല്ല.
വിഷയം കൂടുതൽ ഗൗരവമാവുകയാണ്. അതിൽ പ്രശാന്ത് കൃത്യമായ രാഷ്ട്രീയമാണ് ആരോപിക്കുന്നത്. ശ്രീലേഖ കൃത്യമായി മാറിക്കൊടുക്കണമെന്ന നിലപാട് തന്നെ എടുത്തു. കൗൺസിലറും MLAയും തമ്മിലുള്ള തർക്കം കൂടിയായി ഇത് മാറുകയാണ്. കാരണം കൗൺസിലർ MLA ഓഫീസ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിലെന്ത് നീതി ഇല്ലായ്മ അതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. കാരണം മേയർ സ്ഥാനം കിട്ടാത്തതിലുള്ള പരാതി അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടിപ്പോൾ അവർ ഈ തരത്തിൽ തീർക്കുന്നു എന്നതൊക്കെയാണ് അവർക്കെതിരെ വരുന്ന ആക്ഷേപം. എന്തായാലും ഇതിലിനി ഈ കേസിൽ നിർണായകമാവുന്നത്, ഈ തർക്കത്തിൽ നിർണായകമാവുന്നത് BJP ഈ തർക്കത്തിൽ ഏറ്റെടുക്കുമോ, അവർ ഇടപെടുമോ എന്ന ചോദ്യമാണ്. BJP നേതൃത്വം അതിനപ്പുറം ശ്രീലേഖയുടെ മാത്രം ഒരാവശ്യമായി ഇത് ഒതുക്കപ്പെടുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് BJP ഏറ്റെടുത്താൽ ഈ തർക്കത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. കാരണം അത് വലിയ തർക്കത്തിലേക്ക് നീങ്ങുമ്പോൾ അതൊരു തുടക്കമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിവെക്കും എന്നതുകൂടിയാണ് ഇതിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ നീക്കമുണ്ടാകും. ആ രാഷ്ട്രീയ നീക്കത്തിൻ്റെ സാഹചര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വട്ടിയൂർക്കാവിലെ ഒരു നീക്കം കൂടിയാണ്. ഒരുപക്ഷേ ഈ നീക്കത്തിൽ അങ്ങനെ ഒരു സാധ്യത CPM മുന്നിൽ കണ്ടിട്ടുണ്ട്. അതാണ് ഈ MLA അടക്കമുള്ളവരുടെ വാക്കുകളിലെ പ്രകടനം. തുടക്കത്തിൽ ശ്രദ്ധിക്കുക, രാവിലെ പറഞ്ഞതുപോലെയല്ല MLA VK പ്രശാന്ത് ഇപ്പോൾ നിലപാട് ഒന്നുകൂടി ശക്തമാക്കുകയാണ്. രാഷ്ട്രീയപരമായും ഞങ്ങൾ നേരിടും, എന്തായാലും ഒഴിഞ്ഞു കൊടുക്കില്ല. ഈ നിലപാടുകൾ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുകയാണ്. അതൊരു തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാവാം. അങ്ങനെയെങ്കിൽ ഈ തർക്കത്തിൽ ശ്രീലേഖയ്ക്കൊപ്പം BJP കൂടി ചേർന്നാൽ ഇതിൽ വിഷയം കൂടുതൽ ഗൗരവമാകും എന്നതാണ് സാഹചര്യം. ആർ ശ്രീലേഖയുടെ പ്രതികരണമാണ് നമുക്കിനി അറിയേണ്ടത്. ആർ ശ്രീലേഖ എന്ത് രീതിയിലാണ് നിലപാടെടുക്കുന്നത്, ഏത് രീതിയിലാണ് ഇതിൽ പ്രശാന്തുമായുള്ള ആശയവിനിമയം നടന്നിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ഓഫീസ് തർക്കം, MLA VK പ്രശാന്ത് വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന ശ്രീലേഖയുടെ ആവശ്യം പുതിയ രാഷ്ട്രീയ വിവാദമാണ്. ഈ വിവാദത്തിൽ ഇരു രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇടപെടുന്നു എന്നതാണ് സാഹചര്യം. BJP നേതൃത്വത്തിൻ്റെ അഭിപ്രായം, മേയറുടെ അടക്കമുള്ള അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ പ്രകടമാണ്. എന്തായാലും 3 മാസം കൂടി കാലാവധിയുണ്ട്. ആ കാലാവധിക്കുള്ളിൽ MLA അവിടുന്ന് ഒഴിപ്പിക്കുക കൗൺസിലിനും അത്ര എളുപ്പമാവാൻ സാധ്യതയില്ല. കാരണം വാടക കരാറുണ്ട് എന്നതായിരിക്കും ചട്ടം. എന്തായാലും ഇതൊരു പുതിയ രാഷ്ട്രീയ വിഷയമാണ്. തലസ്ഥാനത്ത് അതിൽ എന്ത് സംഭവിക്കുമെന്നതും പ്രധാനപ്പെട്ടതാണ്. മുൻ മന്ത്രിയും ഒപ്പം കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഈ വിവാദം രാഷ്ട്രീയമാവുകയാണ്, ഇടതുപക്ഷം ഏറ്റെടുക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കുകൾ. രംഗപ്രവേശം ഗംഭീരായി. ഔദ്യോഗിക ജീവിതത്തിലുടനീളം അവർ പുലർത്തിയിരുന്ന തികഞ്ഞ മനുഷ്യവിരുദ്ധ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പം തന്നെ ശാസ്തമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കഴിയുന്നത്ര വേഗതയിൽ തന്നെ അവരാ തെറ്റ് തിരുത്തുമെന്ന ജനങ്ങൾ തെറ്റ് തിരുത്തുമെന്ന എൻ്റെ വിശ്വാസം. ഇത്രയേറെ അഹങ്കാരം ആർക്കും പാടില്ല, ഒരുത്തർക്കും പാടില്ല. അവരൊരു ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം പോലും വിസ്മരിച്ചു പോയി. 7 വർഷമായിട്ട് ആ മണ്ഡലത്തിൻ്റെ MLA നിയമാനുസൃതമായിട്ട് അന്നത്തെ നഗരസഭയുടെ കൗൺസിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുത്ത, കരാറ് വെച്ച് വാടകയ്ക്കെടുത്ത ഒരു ഓഫീസ് മന്ദിരം അങ്ങ് ഒഴിഞ്ഞേക്കണമെന്ന് പറയാനുള്ള അഹങ്കാരം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. മേയറാണ് അതിന് മറുപടി പറയേണ്ടത്.